ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വേപ്പിലക്കട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേപ്പിലക്കട്ടി എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. ഇത് കരിവേപ്പില ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് ഇത്. അപ്പോൾ കരിവേപ്പിലയുടെ ഗുണങ്ങളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇത്. കുറേ നാൾ കേടുകൂടാണ്ട് നമുക്ക് ഇത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കരിവേപ്പില ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. നിങ്ങൾ കട്ടിക്കായാണ് ചേർക്കണത് എന്ന് വെച്ചാൽ ഈ കടലപ്പരിപ്പ് വറക്കണായിട്ട് മുമ്പ് കായത്തിൻ്റെ കഷ്ണങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം വേണം ഈ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ ഇട്ട് വറക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയും റോസ്റ്റായി വരാനുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി നിലക്കടല, കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വറുത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുത്തതായാലും കുഴപ്പമില്ല. വറുത്തതാണെങ്കിലും ഒന്നും കൂടി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒന്നും കൂടി നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഈ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരും. ആ സമയത്താണ് ഇത് നന്നായിട്ട് റോസ്റ്റായി വരിക. നല്ലൊരു സ്മെല്ലും വരും ആ സമയത്ത്. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പരിപ്പുകളൊക്കെ ഒന്നിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അറിയാത്തവരാണെങ്കിൽ ഓരോന്നായിട്ട് വറുത്തെടുത്താൽ മതി. ഇത് ഓരോന്നിൻ്റെയും വറവ് പല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഓരോന്നായിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കുടം വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാടൻ ചെറിയ വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 2 കുടം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 16 വറ്റൽമുളക്, എരിവുള്ള മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 16 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മൾ ചമ്മന്തിപ്പൊടി പൊടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് മുഴുവൻ മുളക് എടുത്തിട്ടല്ല പൊടിക്കുക. ഒരു 3-4 മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുള്ളൂ. അതിന് ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള മുളകും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് പൊടിക്കാം കേട്ടോ. ഇപ്പോൾ മുളകൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കരിവേപ്പില നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുണ്ട്. ഒരു തുണി വെച്ച് തുടയ്ക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് പരത്തിയിട്ട് അതിൽ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് ശേഷം ഉള്ള കരിവേപ്പിലയാണിത്. ഇത് ഞാനിവിടെ ഇതേപോലെ ഒരു 3 പിടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കണ കരിവേപ്പിലയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും പാടില്ല. അപ്പോഴാണ് ഈ ചമ്മന്തിപ്പൊടി കുറേ നാൾ കേടുകൂടാണ്ടൊക്കെ ഇരിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ കരിവേപ്പില ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ചെറുനാരകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരകത്തിൻ്റെ ഇല അല്ലെങ്കിൽ വടുകപ്പുളിയുടെ ഇല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ ചെറുനാരകത്തിൻ്റെ ഇല എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ. കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 4 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതായത് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വിടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ തേങ്ങ നല്ല ബ്രൗൺ കളറായി വരണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ ഒരു 1/4 ഭാഗം വറവായി വന്നിട്ടുണ്ട്, ഒന്നും കൂടി മാവാനുണ്ട്. ഇനി ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി, അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഒന്നും കൂടി ഒന്ന് വറവായി വരാനുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പിലയും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിവേപ്പില എടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതുപോലെ മുളകായാലും നല്ല ഫ്രൈ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തീ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, പെരുങ്കായം ഉണ്ടല്ലോ, സാമ്പാർ കായം, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടിക്കായ ആണെങ്കിൽ ഒരു കഷ്ണം കട്ടിക്കായം ഫസ്റ്റിൽ നമ്മൾ ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഒക്കെ വറക്കണമായിട്ട് മുമ്പ് വറുത്തെടുത്താൽ മതി. പൊടിയായതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് ചൂടാറി വരാനുണ്ട്. അതുപോലെ തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കരിവേപ്പിലയും ഒക്കെ വറുത്തത് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറോ സ്പൂണുകളോ ഒന്നും നനവില്ലാത്തത് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടണം. ആ പാത്രം നനവില്ലാത്തത് ആവണം കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേപ്പിലക്കട്ടി അല്ലെങ്കിൽ കരിവേപ്പില ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ പൊടി പോലെ നമുക്ക് ചോറിൽ കഴിക്കാനായിട്ട് ഇതേപോലെ കൂട്ടി കുഴച്ച് കഴിക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടിയും ചേർത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ തൈര് കൂട്ടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്കതാണ് കുറച്ചും കൂടിയും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നമ്മൾ ഇത് ഡെയിലി ഓരോ ടീസ്പൂണോ ഒക്കെ വെച്ചിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇത് ഈ പൊടിയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടയാക്കിയിട്ടും അങ്ങനെ വേണമെങ്കിൽ ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. അതൊക്കെ അവരവരുടെ താല്പര്യം പോലെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.